ദില്ലി സർക്കാർ വീടുകൾ പൊളിച്ചു കളഞ്ഞ ജംഗ്പുരയിലെ മദ്രാസി ക്യാമ്പിലാണ് റിപ്പോർട്ടർ സംഘം ഉള്ളത്. ഇവിടെ നിരവധി ആളുകളെ കാണാം. പക്ഷേ ഇവരൊന്നും ഈ വീടുകളുടെ ഉടമസ്ഥരോ ബന്ധുക്കളോ അയൽവാസികളോ ഒന്നുമല്ല. ഇവിടെ എന്തെങ്കിലും മൂല്യമുള്ള സാധനങ്ങളോ ഇരുമ്പോ മറ്റോ കിട്ടുമോ എന്ന് അന്വേഷിക്കുന്ന പ്രദേശവാസികളാണ്. ഇന്നലെയാണ് ജംഗ്പുരയിലെ മദ്രാസി ക്യാമ്പ് പൊളിച്ചത്. 60 വർഷമായി തമിഴ്നാട്ടുകാർ കഴിയുന്ന മദ്രാസി ക്യാമ്പ് പൊളിച്ചു നീക്കിയത് ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലെന്നാണ് ദില്ലി സർക്കാരിന്റെ വിശദീകരണം. വീട് നഷ്ടമായ 370 കുടുംബങ്ങളിൽ പലർക്കും പുനരധിവാസം ലഭിച്ചിട്ടില്ല. അതിനിടെയാണ് സ്വന്തം വീട്ടിൽ നിന്ന് സാധനങ്ങൾ ആരൊക്കെയോ മോഷ്ടിക്കുന്ന കാഴ്ച കൂടി കാണേണ്ടി വരുന്നത്. സർക്കാരിന്റെ നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ ഏറെക്കുറെ സാധനങ്ങൾ വീട്ടുകാർ മാറ്റിയിരുന്നു. മാറ്റാൻ കഴിയാത്ത വസ്തുക്കൾ തകർന്ന വീടിനുള്ളിൽ കുടുങ്ങി. ഇതാണ് പരിസരവാസികൾ എടുത്തുകൊണ്ടു പോകുന്നത്. തടയാൻ ചെന്നാൽ വീട്ടുകാർക്ക് നേരെ മോഷ്ടാക്കൾ കൂട്ടമായി ആക്രമിക്കാൻ വരും. இப்போ இதில் இரும்பு இது பண்ணி நாங்கள் கொஞ்சம் எதனாச்சும் சப்போர்ட் கிடைக்கலன்னா அதுவும் திருட வராங்க. துரத்தி பார்த்தாச்சு எதுவும் போகவும் மாட்டேன்றாங்க. எதுவும் பண்ண முடியல. அதனால தான் நாங்களே கொஞ்சம் ட்ரை பண்ணி இது பண்ணிகிட்ருக்கோம். இங்கே இருக்கிறதுல இப்போ தமிழ் ஒரு 10 பேர் தான் இருப்பாங்க. மீதி எல்லாம் திருட வந்தவங்க தான். அந்த இதெல்லாம் அப்படியே திருட்டு போக வேண்டியது தான். இப்போ எங்கள் பாட்டியே எடுக்க வர முடியாது. இங்கேருந்து கதவை திருட்டு போயிட்டாங்க. கேட்டால் நாங்கள் எடுத்து நாங்கள் போகிறோன்ட்டு இது பண்ணிட்டு போகிறாங்க. തകർന്നു കിടക്കുന്ന വീടുകളിലേക്ക് എത്തുമ്പോൾ സ്വന്തം സാധനങ്ങൾ മോഷ്ടിക്കപ്പെടുന്ന കാഴ്ചയാണ് മദ്രാസി ക്യാമ്പിലെ ആളുകൾ കാണുന്നത്. വീടുകൾ തകർന്ന വേദനയ്ക്കൊപ്പം സാധനങ്ങൾ മോഷ്ടിക്കപ്പെടുന്ന വേദന കൂടി ഇവർ അനുഭവിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്തൂർക്കടൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ ദില്ലി.